തിരുവനന്തപുരം ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാർ വീണ്ടും കുറ്റം സമ്മതിച്ചു. തുടക്കത്തിൽ കുറ്റം സമ്മതിച്ചുവെങ്കിലും പിന്നീട് ഇയാൾ മൊഴി മാറ്റിയിരുന്നു. ഹരികുമാറും ശ്രീതുവുമായുള്ള ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതിനിടെ കുഞ്ഞിന്റെ പിതാവിന്റെ ബന്ധുവായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് 35 ലക്ഷം രൂപ നൽകിയെന്ന അമ്മ ശ്രീതുവും പോലീസിനോട് വെളിപ്പെടുത്തി. ഇയാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. രശ്മി കാർത്തിക് ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, വീണ്ടും ഈ മൊഴി മാറ്റുന്നത് ഒരു പതിവാക്കിയ പ്രതിയാണ്. വീണ്ടും ഈ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ഈ കേസിൽ ഏറ്റവും പുതുതായി? വീണ, ഈ ഹരികുമാർ ആദ്യം കുറ്റം സമ്മതിച്ചു, പിന്നീട് കോടതിയിൽ വീണ്ടും അത് മാറ്റി പറഞ്ഞു, പിന്നീട് കസ്റ്റഡിയിൽ പോലീസ് വാങ്ങി. അതിനിടയിലാണ് താനാണ് കുറ്റം ചെയ്തതെന്ന് വീണ്ടും ഹരികുമാർ സമ്മതിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അമ്മാവൻ ഹരികുമാർ പറഞ്ഞിരിക്കുന്നത് താനാണ് ചെയ്തത്, പ്രകോപനമാണ് കാരണം, പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കാരണം എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. മാത്രമല്ല, ഈ സഹോദരനും സഹോദരിയും തമ്മിൽ, അതായത് ഹരികുമാറും ഈ ശ്രീതവും തമ്മിൽ ഉണ്ടായിരുന്നത് ഒരു സാഹോദര്യം, ആ രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നില്ല, വഴിവിട്ട ബന്ധമായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ കൊലപാതകം നടന്ന ദിവസം 29-ാം തീയതി രാത്രി ശ്രീതുവിന്റെ ഭർത്താവ് വീട്ടിലേക്ക് വന്നിരുന്നു ചടങ്ങുമായി ബന്ധപ്പെട്ട്. ആ ദിവസം രാത്രി തന്റെ മുറിയിലേക്ക് വരണം എന്ന് ഹരികുമാർ ശ്രീതുവിനോട് ആവശ്യപ്പെട്ടു. ഇത് പ്രകാരം ശ്രീതു ഹരികുമാറിന്റെ മുറിയിലേക്ക് വരികയും ചെയ്തു. ആ സമയത്താണ് ഈ കുഞ്ഞ് കരഞ്ഞത്. കുഞ്ഞ് കരഞ്ഞതിനെ തുടർന്ന് ശ്രീതു തിരിച്ച് ആ മുറിയിൽ നിന്ന് പോയി. അത് ഹരികുമാറിന് ഇഷ്ടപ്പെട്ടില്ല. ഇതേ തുടർന്നുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണ് ഈ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് ജീവനോടെ വലിച്ചെറിയുന്നതിന് ഉള്ള കാരണം എന്നുള്ളതാണ് പോലീസ് പറയുന്ന നിലവിലൊരു കാര്യം. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്, പെട്ടെന്നുള്ള പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം ഹരികുമാർ മാത്രമാണ് ഇതിൽ കേസിൽ പ്രതി എന്നുകൂടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇനി ശ്രീതുവിന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ശ്രീതു ഇപ്പോൾ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ശ്രീതു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് കൂടി പറയുന്നുണ്ട്. 35 ലക്ഷം രൂപ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നൽകി എന്നുള്ളതാണ് ശ്രീതുവിന്റെ മൊഴി. ഇയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ശ്രീതുവിന്റെ ഭർത്താവ് ശ്രീജിത്തിന്റെ ബന്ധു ആണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. പല തവണയും ഈ മൊഴി മാറ്റി ശ്രീതു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ശ്രീതുവിന്റെ ഭർത്താവിന് മേൽ ചുമത്താനുള്ള ഒരു ശ്രമവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ ഒരു കേസ്, അതായത് ഈ 35 ലക്ഷം രൂപ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയത് കുഞ്ഞിന്റെ അച്ഛന്റെ ബന്ധുവാണ് എന്നുള്ളതിലേക്ക് പറയുന്നത് ഈ ഭർത്താവിനെ കൊടുക്കാൻ വേണ്ടിയാണോ എന്നുള്ളൊരു സംശയം കൂടി പോലീസുണ്ട്. ഏതായാലും പലതരത്തിലുള്ള സംശയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം ദിവസങ്ങൾ കഴിയുമ്പോഴും നിലനിൽക്കുകയാണ്. ഏതായാലും ഇതാണ് ഏറ്റവും പുതിയ വിവരം. അതെ, ഓരോ ദിവസം കഴിയുന്തോറും ഈ കേസിൽ കൂടുതൽ ദുരൂഹതകളും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കും. മറ്റു ചില കേസുകൾ കൂടി ഇതിന്റെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ്.